ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് ഞങ്ങൾ ഊട്ടിയിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് പോയതാണ്. തലേ ദിവസം പോയിട്ട് പിറ്റേ ദിവസം വരുന്ന പോലെ ആയിരുന്നു കേട്ടോ. ഒരു 1 ഡേ സ്റ്റേ പോലെ. ഞങ്ങൾ ഗൂഡല്ലൂരിൽ നിന്നാട്ടോ ബസ്സിൽ കയറിയത്. ഞാനും അമ്മയും കുട്ടിയും കൂടിയാണ് കയറിയത്. പിന്നെ മലപ്പുറത്തുനിന്ന് തന്നെ എൻ്റെ അമ്മായിയും ചേച്ചിയും അനിയനൊക്കെ ഓൾറെഡി ബസ്സിലുണ്ടായിരുന്നു. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. സോ ഞങ്ങൾ ഗൂഡല്ലൂരിൽ നിന്നാണ് കയറിയത്. അങ്ങനെ നമ്മൾ ട്രാവൽ തുടങ്ങി കേട്ടോ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ നമുക്ക് ഈ യൂക്കാലിപ്സിൻ്റെ ഇതല്ലേ, അതാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. നമ്മൾ ഈ കാറിലൊന്നും പോകാത്തതുകൊണ്ട് അവിടെ ഒന്നും നിർത്തുമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളതൊക്കെ കണ്ട് നിറയെ വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുക കേട്ടോ. ഞങ്ങൾക്ക് വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1 ഡേ ട്രിപ്പ് പോലെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോയത്. സഡനായിട്ടുള്ള ഒരു പ്ലാനും ആയിരുന്നു. അങ്ങനെ നമ്മൾ നടുവട്ടം എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ വലിയ ഹിൽ സ്റ്റേഷനിലേക്ക് പോണ ശീലമൊന്നുമില്ല. എപ്പോഴും നമ്മൾ ഈ ഗൂഡല്ലൂരുകാരായതുകൊണ്ട് ഹിൽ സ്റ്റേഷനിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യണത്. അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ ടൂർ വീഡിയോ എന്ന് പറയുന്നത്. ഞാനും ഹസ്ബൻഡും കുട്ടിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫാമിലി ആയിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഈ KSRTCയിലാട്ടോ പോണത്. പോകുമ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ വേനൽക്കാലത്ത് പോകുമ്പോൾ അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല. പക്ഷേ ഈ നടുവട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല കോടേൻ്റെ തുടക്കമായിരുന്നു കേട്ടോ. ഈ യാത്രയിൽ ഞാൻ 3 ക്ലൈമറ്റും ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു. ഗൂഡല്ലൂർ തുടങ്ങിയപ്പോൾ നല്ല വെയിലും, അത് കഴിഞ്ഞ് കയറിയപ്പോൾ നല്ല കോടയും, പിന്നെ ഊട്ടിയൊക്കെ എത്താനായപ്പോൾ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഈ ഫ്ലവർ ഷോ ഒക്കെ ഇനോഗ്രേഷൻ ചെയ്ത സമയത്താണ് പോയിരുന്നത്. സോ സ്റ്റാലിനൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഭയങ്കര റഷ് ഉണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ. പിന്നെ വണ്ടിയൊക്കെ നിറയെ നേരം സ്റ്റോപ്പ് ചെയ്തൊക്കെ ഇട്ടിരുന്നു. ബട്ട് ഈ യാത്ര ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. ഒരു ദിവസമായാലും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. അധികം കറങ്ങാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്യാവശ്യം ഞങ്ങളെ കൊണ്ട് പറ്റിയ ഒരു സ്പേസ് ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ട്രാവലിൻ്റെ ടൈമിലൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ വെളിയിലൊക്കെ. ഞാൻ മാക്സിമം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അധികം സ്പേസ് ഒന്നും പോകാത്തതുകൊണ്ട് കിട്ടിയ സ്ഥലങ്ങൾ മാത്രം കേട്ടോ വീഡിയോ എടുത്തിരിക്കുക. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഫോണ് വീഴുമെന്നൊക്കെ അമ്മ അവിടെ നിന്ന് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം പോകെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെ കാണാണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ അധികം ഇത് കൂടെ നമ്മൾ ഈ സേലം ബസ്സിൽ പോകുമ്പോഴാണ് കേട്ടോ കാണാറ്. ഇപ്പോൾ ഗൂഡല്ലൂർ സെറ്റിലായതിന് ശേഷം ഞാൻ അങ്ങനെ ബസ്സിൽ ഇങ്ങോട്ട് ഈ സൈഡൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് കുറേ കാലത്തിന് ശേഷം ഞാൻ കാണുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ മുന്നത്തെ സീറ്റിലും സൈഡത്തെ സീറ്റിലൊക്കെ ഞങ്ങളെ ഫാമിലി തന്നെ ആയതുകൊണ്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഊട്ടി എത്താനായപ്പോൾ നല്ല മഴ പിടിച്ചു. കറക്റ്റ് ഈ ലേക്കൊക്കെ കഴിഞ്ഞ ഉടനെ ഞങ്ങളെ വണ്ടി ഒരു 3/4 മണിക്കൂർ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ലാഗ് അടിച്ചിട്ടോ. കാരണം ഫ്ലവർ ഷോൻ്റെ ടൈമല്ലേ, അപ്പോൾ ഈ സ്റ്റാലിനൊക്കെ വന്ന് ഇനോഗ്രേഷനൊക്കെ ചെയ്തു പോയതുകൊണ്ട് കുറേ ലാഗ് അടിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നിറയെ ടൈം ഇവിടെ തന്നെ പോയിട്ടോ ബസ്സിൽ തന്നെ. അങ്ങനെ കുറച്ച് ലേറ്റായാലും ഞങ്ങൾ കറക്റ്റ് ഊട്ടിയിലെത്തിയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനൊരു പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. വെക്കേഷനായിട്ട് അവരൊക്കെ ഗൂഡല്ലൂരിക്ക് 2 ദിവസം നിൽക്കാൻ വന്ന ഈ ടൈമിലാണ് കേട്ടോ പെട്ടെന്ന് അവർ സഡനായിട്ട് ഊട്ടി വരെ പോകാമെന്ന് പറഞ്ഞത്. പിന്നെ ഞാനും അമ്മയും അങ്ങനെ ഗൂഡല്ലൂരിൽ നിന്ന് കയറിയെന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഈ സ്റ്റേ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഏകദേശം ഒരു ലേക്കിൻ്റെ സ്ഥലത്ത് വന്നപ്പോഴാട്ടോ ഞങ്ങൾ നല്ല ലാഗ് അടിച്ചത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയിട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് തങ്കമയിൽ വരെ പോകണമായിരുന്നു. കുറച്ച് ഗോൾഡൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും 1-2 സാധനം എടുക്കാനൊക്കെ പോകണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രാത്രി ആട്ടോ റൂംസിലേക്ക് എത്തിയത്. അപ്പം ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന പൊതിച്ചോറൊക്കെ കഴിച്ചു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞങ്ങൾ രാവിലത്തെ ഫുഡ് റൂമിൽ നിന്ന് തന്നെ കഴിച്ചു. പിന്നെ ഉച്ചയായപ്പോൾ ചിക്കൻ റൈസും, അമ്മായിക്ക് നോൺ വെജ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു പ്ലെയിൻ റൈസൊക്കെ വാങ്ങി നല്ല കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ തലേ ദിവസം ഞങ്ങൾ ഗോൾഡ് എടുത്തു എന്ന് പറഞ്ഞില്ല, അപ്പോൾ വന്നിട്ട് ഞങ്ങളൊരു മെട്ടി വാങ്ങിയിരുന്നു. അത്
ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നെ ഞാനും അനിയനും കൂടി തങ്കമയിലേക്ക് തന്നെ പോയി. ഇതൊക്കെ കണ്ടോ, വെള്ളിയാണ്, ഗോൾഡിൻ്റെ കളറ് ഇല്ല വെള്ളിയാണ് കേട്ടോ. നിറയെ കളക്ഷൻ ആംഗ്ലറ്റിലൊക്കെ ഉണ്ടായിരുന്നു. ഞാനിത് ഫസ്റ്റ് കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് എടുത്തിട്ടുണ്ടാകും. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ വന്നിട്ട് വലിയ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊന്നും ഞങ്ങൾക്കില്ല. എന്നാലും ഈ കർണാടക പാർക്ക് ഒന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടാട്ടോ അവിടെ പോയത്. അവിടെ പോയപ്പോഴാണ് ഞങ്ങൾ നല്ല റിഗ്രറ്റ് അടിച്ച് തുടങ്ങിയത്. കാരണം 12 മണി വരെ ഞങ്ങൾ വെറുതെ റൂമിലിരുന്ന് വർത്താനം പറയുമായിരുന്നു. കുറച്ചും കൂടി മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത സ്ഥലം ഇതാണ്. ഈ ഒറ്റ സ്ഥലം മതിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് 1 ഡേ ഫുള്ളും എൻജോയ് ചെയ്യാൻ. പക്ഷേ ഞങ്ങളൊന്ന് റിഗ്രറ്റ് അടിച്ചു. ഞങ്ങൾ 4 മണിക്ക് ബസ്സും കൂടി ആയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കണ്ടിട്ട് പുറത്തിറങ്ങണമായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം 2 മണിയായി ഇവിടെ എത്തിയപ്പോൾ തന്നെ. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഈ കർണാട്ടിക് ഗാർഡൻ ഇത്ര സൂപ്പറാണെന്ന് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ നിറയെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. നല്ല സൂപ്പറായ പൂക്കളൊക്കെ ഉണ്ട്. എനിക്കും ഈ ചെടികളൊക്കെ നടുന്ന ഒരു ഭയങ്കര വലിയ ക്രേസായിരുന്നു. സേലത്തൊക്കെ ആയപ്പോൾ അങ്ങനെ ചെടികളൊന്നും അധികം നടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചൊക്കെ വെക്കും, നല്ല വെയിലിൽ കരിഞ്ഞു പോകും. അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഗുഡ്ലേരിലേക്ക് ഷിഫ്റ്റ് ആയതിനു ശേഷം ഇപ്പോൾ കുറച്ചൊക്കെ ചെടി വെക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. പിന്നെ നമുക്ക് ഈ വാടക വീട്ടിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ ചട്ടിയിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാം കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്. ജസ്റ്റ് അതും കൂടി കയറി നമുക്ക് റിട്ടേൺ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഈ മീനൊക്കെ വളർക്കണ സ്ഥലമൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ. ഇവിടെ ഞങ്ങൾ ചെടി കിട്ടുമോ ഒന്ന് ചോദിച്ചു നോക്കി. പക്ഷേ അവർ തരൂല, ക്യാമറയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാലും ഞങ്ങൾ അത്യാവശ്യം നല്ല ഇവിടെ എൻജോയ് ചെയ്തു കേട്ടോ. അടുത്ത ടൈമൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. അങ്ങനെ ഏകദേശം തൂക്കുപാലവും ഫിഷൊക്കെ കണ്ടിട്ട് കുറച്ചൊക്കെ ഫോട്ടോസും എടുത്തിട്ട് ഫ്രെയിം ചെയ്യാനുള്ള ഫോട്ടോ ഒക്കെ 1-2 എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ റിട്ടേൺ അടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയതിൻ്റെ ശേഷം വലിയതായിട്ട് എവിടെയും പോകാനുള്ള ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വരുന്ന വഴിയിലൊരു ടീയും പിന്നെ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് പിന്നെ 1-2 സ്വെറ്ററൊക്കെ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കേട്ടോ പോയത്. ഞങ്ങളെ ബസ്സും അത്യാവശ്യം വരാൻ നല്ല ലേറ്റായി. പക്ഷേ 4 മണിയായിരുന്നു നമുക്ക് പറഞ്ഞിരുന്ന ടൈം. ഏകദേശം 5 മണി കഴിഞ്ഞു കേട്ടോ ബസ് എത്തിയപ്പോൾ. അങ്ങനെ നമ്മൾ ഗൂഡലേരിലേക്ക് തിരിച്ചു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ആൻഡ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്.